മാഞ്ചസ്റ്റർ സിറ്റി അടുത്ത സീസണിലേക്ക് പുതിയ ഗോൾ കീപ്പറെ തേടുന്നതായി റിപ്പോർട്ടുകൾ. 2026 ബ്രസീലിന്റെ ഗോൾ കീപ്പറായ എഡേഴ്സന്റെ മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള കരാർ അവസാനിക്കുന്നത്. സിറ്റിയുടെ ബാക്കപ്പ് കീപ്പറായ സ്റ്റെഫാൻ ഒർട്ടേഗ ഈ സീസണോടെ ടീം വിടും. ഒർട്ടേഗയ്ക്ക് പകരം എമി മാർട്ടിനസിനെ ടീമിലെത്തിക്കണമെന്നാണ് കോച്ച് പെപ് ഗോർഡിയോള ആഗ്രഹിക്കുന്നത്. ആസ്റ്റൺ വില്ലയുടെ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനായി വമ്പൻ തുക തന്നെ സിറ്റിക്ക് ചെലവഴിക്കേണ്ടി വരും. ലോകകപ്പ് ചാമ്പ്യൻ കൂടിയായ എമി മാർട്ടിനസിന്റെ മൂല്യം നിലവിൽ $30 മില്യൺ. മാർട്ടിനസിന്റെ വില്ലയുമായുള്ള കരാർ 2027 അവസാനിക്കുക. 2017 ബെൻഫിക്കയിൽ നിന്ന് ചേർന്നത് മുതൽ എഡേഴ്സൺ തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രധാന കീപ്പർ. എഡേഴ്സൺ സിറ്റിക്കായി 329 മത്സരങ്ങൾ കളിച്ചു. 256 ഗോളുകൾ വഴങ്ങിയപ്പോൾ 153 ക്ലീൻ ഷീറ്റുകളും സ്വന്തമാക്കി. ഈ സീസണിൽ മാത്രം എഡേഴ്സൺ 40 മത്സരങ്ങൾ കളിച്ചു. ഈ സീസണിൽ അദ്ദേഹം 33 ഗോളുകൾ വഴങ്ങുകയും 14 ക്ലീൻ ഷീറ്റുകൾ നിലനിർത്തുകയും ചെയ്തു. പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാൾ കൂടിയാണ് ബ്രസീലിയൻ താരം. പരിക്കുകളാണ് എഡേഴ്സന്റെ കരിയറിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മറ്റൊരു മികച്ച കീപ്പറെ സ്വന്തമാക്കാൻ സിറ്റി ശ്രമം നടത്തുന്നത്. ഒർട്ടേഗ ക്ലബ്ബ് വിട്ടു പോവുകയും എഡേഴ്സൺ പരിക്കേൽക്കാനും സാധ്യതയുള്ളതിനാൽ മാർട്ടിനസിനെ അടുത്ത സീസണിൽ ക്ലബിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ സീസണിൽ ആസ്റ്റൺ വില്ലയ്ക്കൊപ്പം മാർട്ടിനസ് 45 മത്സരങ്ങളാണ് കളിച്ചത്. 56 ഗോളുകൾ വഴങ്ങിയെങ്കിലും 15 ക്ലീൻ ഷീറ്റുകൾ നേടാൻ മാർട്ടിനസിന് കഴിഞ്ഞു. പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന മാർട്ടിനസ് കഴിഞ്ഞ സീസണിൽ അത് തെളിയിക്കുകയും ചെയ്തു. പെനാൽറ്റി ഷൂട്ടൌട്ടുകളിലെ മാർട്ടിനസിന്റെ വൈദഗ്ധ്യം പെപ്പിനെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. അർജന്റീനയ്ക്കൊപ്പം അന്താരാഷ്ട്ര ഫുട്ബോളിലെ എല്ലാ കിരീടവും നേടിയ തന്റെ ശേഷിക്കുന്ന സ്വപ്നം ചാമ്പ്യൻസ് ലീഗ് കിരീടമാണെന്ന് എമി മാർട്ടിനസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ സിറ്റിയുടെ ഓഫർ വന്നാൽ എമി മാർട്ടിനസ് സ്വീകരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ.